തൃശൂർ ആദിവാസി കോളനിയിൽ നിന്ന് ഒരാഴ്ച മുമ്പ് കാണാതായ 2 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തി. ശാസ്താംപൂർവം കോളനിക്ക് സമീപം വനാതിർത്തിയിൽ ഫയർ ലൈനിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, കുറച്ചു മുമ്പാണ് ഒരാളുടെ മൃതദേഹം കിട്ടിയത്, ഇപ്പോൾ 2 പേരുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇവരെങ്ങനെ മരിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? എന്തൊക്കെ സംശയങ്ങളാണ് ഉയരുന്നത്? സുഹൈൽ, എന്തായാലും ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ശാസ്താംപൂവം കോളനിക്ക് സമീപത്ത് നിന്നാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ആദ്യം മൃതദേഹം കണ്ടെത്തിയത് രാജശേഖരന്റെ മകൻ അരുൺകുമാറിന്റെ ആയിരുന്നു. 8 വയസ്സ് പ്രായമാണ്. ആ മൃതദേഹം കണ്ടെത്തിയതിന് 200 മീറ്റർ അകലത്ത് നിന്നാണ് അടുത്ത കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അത് കുട്ടന്റെ മകൻ സജി കുട്ടൻ, 15 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യം കണ്ടെത്തിയ അരുൺകുമാറിന്റെ മൃതദേഹം, അതായത് ആ കുട്ടിയുടെ മൃതദേഹത്തിന് വലിയ പഴക്കമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് പോലീസിന്റെ പ്രാഥമികമായുള്ള നിഗമനം. അതായത് തേനെടുക്കാൻ കയറിയ കുട്ടി ഈ മരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായുള്ള ഇവർക്ക് പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൃതദേഹത്തിന്റെ പഴക്കവും അത്തരത്തിൽ തന്നെയുണ്ട്. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ടാമത്തെ കുട്ടി മരിച്ചത് എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. വനംവകുപ്പിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും എല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് DYSP ഉണ്ട്, പോലീസിന്റെ ഭാഗത്തുനിന്ന് DFO ഉണ്ട്, അതോടൊപ്പം തന്നെ സബ് കളക്ടർ ഉണ്ട്. ഇവരുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും 7 ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത് 7 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടത്തിയ ഈ ദൗത്യത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ഇന്നലെയാണ് കുടുംബം ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നത്. 2-ാം തീയതി മുതൽ ഈ കുട്ടികളെ കാണാതാവുകയായിരുന്നു. പക്ഷേ ഇവർ ആദ്യം ഈ കുട്ടികൾ ബന്ധുവീട്ടിൽ എത്തിയെന്നായിരുന്നു കരുതിയിരുന്നത്. അങ്ങനെ ഇവർ കുറച്ച് ദിവസങ്ങൾ തള്ളി നീക്കി. പക്ഷേ ഈ കുട്ടികൾ തിരിച്ചെത്താതായതോടുകൂടി മറ്റ് ബന്ധുവീടുകളിലെല്ലാം അന്വേഷിച്ചു. അപ്പോഴാണ് കുട്ടികൾ അവിടെ എത്തിയിട്ടില്ല എന്ന വിവരം മനസ്സിലാക്കുന്നത്. പിന്നീട് ഇന്നലെ പോലീസിൽ വിവരം കൈമാറുന്നു. അങ്ങനെ പോലീസും വനംവകുപ്പും നാട്ടുകാരും എല്ലാം ചേർന്ന് ഇന്നലെ രാത്രി വൈകി എല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കുട്ടികൾ വനത്തിലേക്ക് കയറി എന്ന ഒരു വിവരം തന്നെയായിരുന്നു ലഭിച്ചിരുന്നത്. തുടർന്ന് ഇന്നലെ ചാലക്കുടി DFOയുടെയും DYSPയുടെയും എല്ലാം നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നുകൊണ്ടാണ് ഇന്ന് അതിരാവിലെ തന്നെ ഇവർ ഒരു ദൗത്യം തുടങ്ങിയത്. ആ ദൗത്യത്തിന്റെ ഭാഗമായി ഉൾവനങ്ങളിൽ അടക്കം തിരച്ചിൽ നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഈ കോളനിക്ക് സമീപം വനത്തിൽ നിന്ന് തന്നെ ഈ ഫയർ ലൈനോട് ചേർന്ന ആദ്യ കുട്ടിയുടെ, അതായത് ഈ 9 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അതിന് 200 മീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ 2 മൃതദേഹങ്ങൾ തമ്മിൽ കാലപ്പഴക്കത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് നിലവിൽ നടന്നു വരികയാണ്. സുഖേൻ, സുരജ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇരുവരെയും കാണാതായിരിക്കുന്നത്. കുടുംബം തുടക്കത്തിൽ ഒരു നിഗമനം എന്ന് കരുതിയത് കുടുംബ വീട്ടിലോ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലോ പോയിരിക്കാം എന്ന നിഗമനത്തിലായിരുന്നോ ഈ പോലീസ് പരാതി അടക്കം കൊടുക്കാൻ വൈകിയത്? ഈ വൈകിയത് ഇത്തരത്തിൽ ഇവരുടെ മൃതദേഹം അല്ലെങ്കിൽ ഈ ജീവനോടെ കിട്ടുന്നുള്ള സാധ്യത മങ്ങിച്ചില്ലേ? ഈ തേൻ ശേഖരിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് ഇതെല്ലാം ശേഖരിക്കുന്നതിനായി പോകാറുള്ളത്. പക്ഷേ ഇവർ ഒറ്റയ്ക്ക് പോകുമെന്ന് ഇവർ ഒരിക്കൽ പോലും കരുതിയില്ല. ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുന്നത് പതിവായിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങളും പറയുന്നത്. പക്ഷേ അവരുടെ ഒരു അശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ബന്ധുവീടുകളിൽ ഉൾപ്പെടെ പോയി അന്വേഷിക്കുന്നത് കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് കുട്ടികൾ അവിടെ എത്തിയിട്ടില്ല എന്ന് വിവരം ലഭിക്കുന്നു. അതായത് ഈ കൂവയൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടി ഉൾവനത്തിൽ ഈ ആദിവാസികൾ ദിവസങ്ങളോളം തങ്ങുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഉൾവനത്തിൽ തങ്ങിയിരുന്ന ആദിവാസികളോടക്കം ഇന്നലെ പോലീസും അതുപോലെ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം വിവരങ്ങൾ തിരക്കി. പക്ഷെ അവരാരും കുട്ടികളെ കണ്ടില്ല എന്നൊരു മറുപടിയായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം തിരക്കിയിരുന്നത്. വനത്തിനകത്തുള്ള വാച്ചർമാരോടക്കം വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. പക്ഷേ ഇവർക്കൊന്നും കുട്ടി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇവർ വനത്തിനകത്ത് തന്നെ പ്രവേശിച്ചു എന്നുള്ള സൂചനകളായിരുന്നു പോലീസിനും വനംവകുപ്പിനും ലഭിച്ചത്. അങ്ങനെ ആ നിർണായകമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് അതിരാവിലെ തന്നെ 15 പേരുടെ സംഘമാണ്. അതിൽ 5 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, 5 വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, പ്രദേശവാസികളുണ്ട്. അങ്ങനെ 15 പേരുടെ സംഘം വിവിധ ഇടങ്ങളായി തിരിഞ്ഞുകൊണ്ട്, അതായത് 7 മേഖലകളായി തിരിഞ്ഞുകൊണ്ട് അവർ ഈ ദൗത്യം നടത്തുന്നു. 7 സംഘവും ഒരു പോയിന്റിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു ഈ സംഘത്തിന്റെ തിരച്ചിൽ. പക്ഷേ ആദ്യ 2 സംഘം ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് ഇവിടെ എത്തിയപ്പോഴും ബാക്കി 5 സംഘങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ ഈ എത്താതിരുന്ന 5 സംഘത്തിൽപ്പെട്ട ഒരു സംഘമാണ് ഇപ്പോൾ ഈ കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ആദ്യം കണ്ടെത്തിയത് ഇതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായിരുന്നു. ആ കുട്ടി മരത്തിൽ നിന്ന് വീണു മരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മൃതദേഹങ്ങൾ തമ്മിൽ ഏറെ കാലപ്പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് 2 കാരണങ്ങൾ, അതായത് 2 മരണങ്ങൾക്കും 2 കാരണങ്ങളാണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസും വനംവകുപ്പും ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഈ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് വ്യക്തമായ ഒരു മറുപടിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. സുഖേ, ശരി, പ്രതീക്ഷകളില്ല. കാണാതായ 8ഉം 15ഉം വയസ്സുള്ള കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹങ്ങൾ തമ്മിൽ കാലപ്പഴക്കമുണ്ട്. മരണകാരണം വ്യത്യസ്തമാകും എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്.